നിവിൻ പോളി എന്ന പേര് ചെറുപ്പത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്നത് സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് കണ്ടിരുന്ന സമയത്താണ്. അന്ന് അത്ര പ്രൊഫഷണൽ ഗെയിം അല്ലെങ്കിലും ഓപ്പണിങ്ങിന് ഇറങ്ങി അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റ് ചെയ്തിരുന്നൊരു പ്ലെയർ കൂടിയായിരുന്നു നിവിൻ പോളി. പക്ഷേ ഹെൽമെറ്റ് ധരിച്ച് മാത്രം ക്രീസിലെത്തിയിരുന്ന അദ്ദേഹത്തിൻ്റെ മുഖം വന്ന് തീരെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ആ സമയത്ത് ഇറങ്ങിയിട്ടുള്ള മൾട്ടി സ്റ്റാറർ മൂവി ആയിട്ടുള്ള സെവൻസിലൊക്കെ ഇദ്ദേഹവും മഞ്ജു വർഗീസും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ സിനിമയ്ക്ക് ഇന്ന് ആലോചിക്കുമ്പോൾ കുഞ്ചാക്കോ ബോബനെയും മഞ്ജു വർഗീസിൻ്റെ ചില രംഗങ്ങൾ മാത്രമേ നമുക്ക് ഓർമ്മ വരുന്നുള്ളൂ. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെതായിട്ട് ഇറങ്ങിയിട്ടുള്ള നേരം, അതേപോലെ തന്നെ തട്ടത്തെ മറയത്തിലൂടെയൊക്കെ പുള്ളിക്കാരനും പുള്ളിക്കാരൻ്റെതായിട്ടുള്ള ആ ഒരു അഭിനയശൈലിയും ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളെല്ലാം മലയാളിയുടെ മനസ്സിൽ ഒന്നടങ്കം പിടിച്ച് കയറുകയാണ് ഉണ്ടായത്. പിന്നീട് അങ്ങോട്ട് നിവിൻ പോളിയുടെ കാലമായിരുന്നു. അദ്ദേഹം സഹതാരമായി വന്ന പടങ്ങളാണെങ്കിലും മൾട്ടി സ്റ്റാറർ മൂവീസ്, ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഓം ശാന്തി ഓശാന പോലുള്ള മൂവീസ് ആണെങ്കിലും എല്ലാത്തിലും അദ്ദേഹത്തിനെ മാത്രമാണ് നമ്മൾ ഇന്നും ഓർത്തിരിക്കുന്നത്. പിന്നീട് പ്രേമം എന്നൊരു വലിയ വിജയം കൂടി സംഭവിച്ചു. കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ ആ പടം ഉണ്ടാക്കിയ ഓളം, ആ മൂവിയിലെ ഡ്രസ്സിങ്ങും എല്ലാം ഉണ്ടാക്കിയ ഒരു ഓളം അതിന്നും വേറൊരു പടത്തിനും മറികടക്കാൻ പറ്റിയിട്ടില്ല എന്ന് വേണം പറയാൻ. പക്ഷേ അതിനൊക്കെ ശേഷമാണ് ആക്ച്വലി പുള്ളിക്കാരൻ്റെ ഒരു ഡൗൺഫാൾ ഉണ്ടായത്. അതിന് കാരണമായത് പ്രേമത്തിൻ്റെ വലിയൊരു വിജയമാണെന്നും വേണമെങ്കിൽ പറയാം. കാരണം പുള്ളിക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വലിയ വലിയ വിജയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആൾ സ്ക്രിപ്റ്റ് സെലക്ഷനിലൊക്കെ ഒന്നും കൂടി കോൺഷ്യസ് ആവാൻ തുടങ്ങിയെന്ന്. ആ കോൺഷ്യസ്നെസ് ആളുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ, അല്ലെങ്കിൽ ആളിലെ ഒരു എൻ്റർടൈനറെ മലയാളി പ്രേക്ഷകർക്ക് മിസ്സായി തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഫിസിക്കലി വന്ന ചാലഞ്ചസും അതേപോലെ തന്നെ ആൾക്കെതിരെ വലിയ രീതിയിൽ ഹെയ്റ്റും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിയിൽ വന്നിരുന്നു. നിവിൻ പോളിയുടെ ഓരോ മൂവീസ് വരുമ്പോഴും പഴയ നിവിൻ പോളിനെ തിരിച്ചു കിട്ടുമോ എന്നൊക്കെ ആഗ്രഹിച്ച് തിയേറ്ററിൽ പോയിരുന്ന പ്രേക്ഷകർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിരാശയായിരുന്നു പിന്നീട് സംഭവിച്ചത്. ഇതിനെല്ലാം വിരാമം വിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇതാ സർവ്വമായ എന്ന ചിത്രത്തിലൂടെ ആ പഴയ നിവിൻ പോളി തിരിച്ചു വന്നിരിക്കുന്നത്. അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവ്വമായ 50 കോടിയും കടന്ന് തിയേറ്ററുകൾക്ക് ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിവിൻ പോളി എന്നുള്ള പഴയ എൻ്റർടൈനറെയും ആ ഒരു ചാമോട് കൂടി തന്നെ കാണാൻ നമുക്ക് എല്ലാവർക്കും സാധിച്ചു. നിവിൻ പോളി എന്ന ആക്ടർക്ക് ഇത്രത്തോളം ഫാൻസ് കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സിനിമയുടെ വിജയം. ഇതിനിടയിൽ ഇറങ്ങിപ്പോയ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ അല്ലെങ്കിൽ ഒരു മെഗാ സ്റ്റാറിൻ്റെ സിനിമ പോലും ഒരാളും ചർച്ച ചെയ്യപ്പെടുന്ന പോലുമില്ല. സോ എനിവേ, നിവിൻ പോളി എന്നുള്ള ആക്ടർ ഇവിടെ തന്നെ ഉണ്ടാവും. ആൾ വരുന്ന പ്രൊജക്ട്സിലെല്ലാം നമുക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. അതെല്ലാം വളരെ വിജയമാവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിവിൻ പോളി മൂവി ഏതാണെന്ന് കൂടി കമൻറ്റ് ചെയ്യൂ.